ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ തീരൂ എന്ന് പറയുന്നതിന് മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുമെന്ന് പഠിച്ചു. ഇന്ന് നമ്മളപ്പോൾ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയും? നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മസ്റ്റ് പറഞ്ഞെങ്കിൽ ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്താണ്? ചെയ്യരുത്. അരുതെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെന്താ? നോട്ട് ഉപയോഗിക്കും അല്ലേ? അപ്പോൾ മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഷുഡ് നോട്ട് ഉപയോഗിക്കണം. അപ്പോൾ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഷുഡ് നോട്ട്. ഓക്കെ, അപ്പോൾ താങ്കൾ അവിടെ പോകരുത്. നിങ്ങളവിടെ പോകരുത്, നിങ്ങളവിടെ പോകരുത് അല്ലെങ്കിൽ താങ്കൾ അവിടെ പോകരുത് എന്നൊക്കെ പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ നേരത്തെ പോകണമെന്നാണെങ്കിൽ എന്താ പറയണം? മസ്റ്റ് ഗോ അല്ലേ? അപ്പോൾ പോകരുത് എന്ന് പറയുമ്പോൾ മസ്റ്റ് നോട്ട് ഗോ. ഓക്കെ, അത്രയേ ഉള്ളൂ അവിടെ വ്യത്യാസം. അപ്പോൾ പോകരുത് എന്ന് പറയുമ്പോൾ, പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മസ്റ്റ് ഗോ. അപ്പോൾ പോകരുത് എന്നാണെങ്കിൽ മസ്റ്റ് നോട്ട് ഗോ അല്ലെങ്കിൽ ഷുഡ് നോട്ട് ഗോ. ഓക്കെ, ഇനി വാക്ക് തെറ്റിക്കരുത്. അപ്പോൾ നേരത്തെ വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? വാക്ക് പാലിക്കണം. മസ്റ്റ് കീപ്പ് യുവർ വേർഡ് അല്ലെങ്കിൽ ഷുഡ് കീപ്പ് യുവർ വേർഡ് അല്ലേ? അപ്പോൾ അതിന് പകരം ഇനി വാക്ക് പാലിക്കരുത്. അപ്പോൾ എന്താ? ബ്രേക്ക് ചെയ്യുവാണ് അവിടെ അല്ലേ? അപ്പോൾ എന്താ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അവിടെ പറയാം? അപ്പോൾ ഒരു നോട്ട് കൂടെ ചേർത്താൽ മതി. അപ്പോൾ മസ്റ്റ് നോട്ട് ബ്രേക്ക് യുവർ വേർഡ്. അപ്പം നിങ്ങളുടെ വേർഡ് ബ്രേക്ക് ചെയ്യരുത്. അപ്പോൾ ഒരു ബ്രേക്ക് കൂടെ ചേർത്തിട്ട് നോ കൂടെ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ മസ്റ്റ് നോട്ട് ബ്രേക്ക് യുവർ വേർഡ് എന്ന് പറയാം അല്ലേ? ഇനി എന്താ പറയുന്നത്? പണം അടയ്ക്കരുത് അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ പാടില്ല, പണം അടയ്ക്കാൻ പാടില്ല എന്നൊക്കെ ആണെങ്കിൽ എന്ത് പറയാം? നമ്മൾ കാശ് കൊടുക്കുമോയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഷുഡ് പേ. അപ്പോൾ കൊടുക്കരുതെന്ന് പറയാൻ എന്താ? ഷുഡ് നോട്ട് പേ അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് പേ എന്ന് പറയാം. ഓക്കെ, ഇനി പറയരുത് എന്നാണെങ്കിൽ എങ്ങനെ പറയും? പറയണമെന്നുണ്ടെങ്കിൽ ഷുഡ് സേ എന്ന് പറയും അല്ലേ? ഷുഡ് സേ. അപ്പോൾ പറയണം. അപ്പോൾ പറയരുതെന്നാണെങ്കിൽ ഷുഡ് നോട്ട് സേ അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് സേ എന്നും പറയാം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. താങ്കൾ അവിടെ പോകരുത്. താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ പഠിച്ചു യു അല്ലേ? നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയാൻ നമുക്ക് യു ഉപയോഗിക്കാം. അപ്പോൾ താങ്കൾ അവിടെ പോകരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചാൽ, കഴിഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 അവിടെ ഉണ്ട്, അത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കേൾക്കാതെ ഈ വീഡിയോ കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോ കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്കൾ അവിടെ പോകരുത്. അപ്പം നമ്മൾ പറയും താങ്കളിന് പറഞ്ഞു യു എന്ന് പറയാം. പിന്നെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് പറയണം. അപ്പോൾ പോകരുത്. അപ്പോൾ പോകണമെന്നാണെങ്കിൽ പോകണം നമ്മൾ പറഞ്ഞു, പോകുകയ്ക്ക് ഗോ പറയും. പോകണം എന്നാണെങ്കിൽ നമ്മൾ എന്താണ്? നം. ഓക്കെ, മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പോകണം എന്നുള്ളതിന് മസ്റ്റ് ഗോ ആണെങ്കിൽ, അപ്പോൾ പോകരുത് എന്നാണെങ്കിൽ മസ്റ്റ് നോട്ട് ഗോ, ഷുഡ് നോട്ട് ഗോ. അപ്പോൾ എവിടെ പോയിരുന്ന? അവിടെ. അവിടെ എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താ? ദെയർ അവിടെ, ഹിയർ ഇവിടെ. അപ്പോൾ യു മസ്റ്റ് നോട്ട് ഗോ ദെയർ. ഓക്കെ, യു മസ്റ്റ് നോട്ട് ഗോ ദെയർ, യു ഷുഡ് നോട്ട് ഗോ ദെയർ. അപ്പോൾ അവിടെ പോകരുത് എന്നാണ് അല്ലേ? ഇനി ഇവിടെ പോകരുത് എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ ഹിയർ. ഓക്കെ, യു ഷുഡ് നോട്ട് ഗോ ഹിയർ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ പറയാം? നിങ്ങൾ വാക്ക് തെറ്റിക്കരുത്. വാക്ക് പാലിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? കീപ്പ് യുവർ വേർഡ് അല്ലേ? മസ്റ്റ് കീപ്പ് യുവർ വേർഡ് എന്നാണ് അല്ലേ? അപ്പോൾ തെറ്റിക്കരുത് എന്നാണെങ്കിൽ എന്താ? മസ്റ്റ് നോട്ട് വേണം അല്ലേ? മസ്റ്റ് നോട്ട് തെറ്റിക്കരുത് എന്നുള്ളതിന്, അല്ലെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കരുത് എന്നുള്ളതിന് എന്താണ്? വാക്ക് തെറ്റിക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് യുവർ വേർഡ് കൊടുക്കാം. അപ്പോൾ മസ്റ്റ് നോട്ട് ബ്രേക്ക് യുവർ വേർഡ്. ഓക്കെ, യു ഷുഡ് നോട്ട് ബ്രേക്ക് യുവർ വേർഡ് അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ബ്രേക്ക് യുവർ വേർഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ അത്രയും പണം കൊടുക്കാൻ പാടില്ല എന്നെങ്ങനെ പറയാം? നിങ്ങൾ അത്രയും പണമൊന്നും കൊടുക്കണ്ട കേട്ടോ, അത്രയും പണം കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്താ? അത്രയും അടയ്ക്കരുത്, കാശ് അടയ്ക്കുമെങ്കിൽ നമ്മൾ പറഞ്ഞു അടയ്ക്കണമെന്നാണെങ്കിൽ ഷുഡ് പേ. അപ്പോൾ അടയ്ക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഷുഡ് നോട്ട് പേ. അപ്പോൾ എന്താണ്? യു ഷുഡ് നോട്ട് പേ. എന്നിട്ട് മാത്രമാണോ അത്രയും കാശ്? അപ്പോൾ അത്രയും കാശ് എന്നുള്ളതിന് ദാറ്റ് മച്ച്
എന്ന് പറയാം അല്ലേ. ഇത്രയും എന്നാണെങ്കിൽ ദിസ് മച്ച് എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്രയും എന്ന് പറയുമെങ്കിൽ ദാറ്റ് മച്ച്. അപ്പോൾ യു ഷുഡ് നോട്ട് പേ ദാറ്റ് മച്ച് ഓക്കെ എന്ന് പറയാം. നിങ്ങൾ അത്രയും കാശൊന്നും അടയ്ക്കേണ്ട, യു ഷുഡ് നോട്ട് പേ ദാറ്റ് മച്ച് എന്ന് പറയാം. യു ഷുഡ് നോട്ട് പേ ദാറ്റ് മച്ച് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയരുത്. അപ്പം നിങ്ങൾ അങ്ങനെ പറയരുത് എന്നുള്ളതിന് നമ്മളെങ്ങനെ പറയും? നിങ്ങൾ, യു. ഇനി എന്താണ് പറയരുത് എന്നാണ്. പറയുകയാണെങ്കിൽ എന്താ പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞു പറയണം എന്നാണെങ്കിൽ ഷുഡ് സേ. അപ്പോൾ പറയരുത് എന്ന് പറയുമ്പോൾ ഒരു നോട്ട് ചേർത്താൽ മതി, ഷുഡ് നോട്ട് സേ. അപ്പോൾ അങ്ങനെ 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 എന്നുള്ളത് നമ്മൾ പറഞ്ഞു, യു ഷുഡ് നോട്ട് സേ സോ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ യു ഷുഡ് നോട്ട് സേ സോ, നിങ്ങൾ അങ്ങനെ പറയരുത്, യു ഷുഡ് നോട്ട് സേ സോ എന്ന് പറയാം അല്ലേ. യു ഷുഡ് നോട്ട് സേ സോ, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പല രീതിയിൽ നമ്മൾ എന്താണ് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ അങ്ങനെ പറയരുത്. പാപമായിട്ടും പറയാൻ പറ്റും, ചിലപ്പോൾ ദേഷ്യമാണെങ്കിൽ യു ഷുഡ് നോട്ട് സേ സോ എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ടോണിനനുസരിച്ച് എന്താണ് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന്. നമ്മളിപ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് ദേഷ്യത്തിലും പറയും, നിങ്ങൾ അങ്ങനെ പറയരുത് അല്ലേ. നമ്മൾ ആ ടോണിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സെൻറ്റൻസ് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് പറയുക. ഓക്കെ, അപ്പോൾ യു ഷുഡ് നോട്ട് സേ സോ. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മസ്റ്റ് നോട്ട് ഷുഡ് നോട്ടിൽ കുറച്ച് പറഞ്ഞത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വീഡിയോ ഇല്ലേ, അതിന് കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ആ സെൻറ്റൻസിൽ ഷുഡ് ഗോ, പോകണം, അങ്ങനെയൊക്കെ പഠിച്ചില്ലേ. അതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് അടുത്ത് അതിൽ നോട്ട് ചേർത്ത് നമുക്കതിനെ ആ സെൻറ്റൻസിനെ മാറ്റി പറയാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെങ്ങനെ നേരത്തെ പറഞ്ഞ് ഇന്നെനിക്ക് നേരത്തെ പോകണം. ടീച്ചർ ഇന്നെനിക്ക് നേരത്തെ പോകണം. നമ്മളെന്താ പറഞ്ഞത്? എനിക്ക് പോകണം മസ്റ്റ് ഗോ. പോകുകക്ക് ഗോ, മസ്റ്റ് ഗോ. അപ്പോൾ പോകണം എന്നാണെങ്കിൽ മസ്റ്റ് ഗോ. നേരത്തെ ഏർലി ടുഡേ, ഇന്ന്. അപ്പോൾ ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ. അപ്പോൾ ടീച്ചർ ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ. ടീച്ചറെ ഇന്നെനിക്ക് നേരത്തെ പോകണം എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം ആ സെൻറ്റൻസിന് തന്നെ നമുക്കിന്ന് നേരത്തെ എനിക്ക് പോകാൻ പാടില്ല എന്നാണെങ്കിൽ എന്താണ് അവിടെ ഒരു നോട്ട് ചേർത്താൽ മതി അല്ലേ. ഐ മസ്റ്റ് നോട്ട് ഗോ ഏർലി ടുഡേ. ടീച്ചർ ഐ മസ്റ്റ് നോട്ട് ഗോ ഏർലി ടുഡേ. അപ്പോൾ എന്ത് പറയാം? ടീച്ചറെ ഇന്നെനിക്ക് നേരത്തെ പോകണ്ട എന്ന് പറയാം അല്ലേ. ഐ മസ്റ്റ് നോട്ട് ഗോ ഏർലി ടുഡേ. ഓക്കെ, ഇനി അടുത്ത് വേറെ സെൻറ്റൻസ് എന്താ പറഞ്ഞല്ലേ, നിങ്ങൾ ഈ യൂണിൻ്റെ കാശ് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് നമുക്ക് നിങ്ങൾ ഈ കാശ് കൊടുക്കണ്ട എന്നുള്ള കൊടുക്കരുത്, ഇതിൻ്റെ കാശ് ഞാൻ പേ ചെയ്തോളൂ, നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാം? യു ഷുഡ് നോട്ട് പേ ഫോർ മൈ ലഞ്ച്. ഓക്കെ, നിങ്ങൾ എൻ്റെ കാശ് കൊടുക്കണ്ട എന്നുള്ളതാണെങ്കിൽ യു ഷുഡ് നോട്ട് പേ ഫോർ മൈ ലഞ്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ലഞ്ചിന് വേണ്ടി ഉള്ള കാശ് നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷുഡ് നോട്ട് പേ പറയാം അല്ലേ. പിന്നെന്താണ്? നിങ്ങൾ എൻ്റെ ടിക്കറ്റ് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു, യു മസ്റ്റ് ടേക്ക് മൈ ടിക്കറ്റ്. അപ്പോൾ എൻ്റെ ടിക്കറ്റും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എടുക്കണ്ട, എൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം അല്ലേ. അപ്പോൾ പറയും എന്താണ്? യു മസ്റ്റ് നോട്ട് ടേക്ക് മൈ ടിക്കറ്റ്. എടുക്കണ്ട, നോട്ട് ചേർത്താൽ മതി. യു മസ്റ്റ് നോട്ട് ടേക്ക് മൈ ടിക്കറ്റ് അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ടേക്ക് മൈ ടിക്കറ്റ് എന്ന് പറയും അല്ലേ. യു ഷുഡ് നോട്ട് ടേക്ക് മൈ ടിക്കറ്റ് എന്ന് പറയാം. പിന്നെ വേറെന്ത് പറയാം? വേറെ പഠിച്ചത് നിങ്ങളിത് നാളെ കൊണ്ടുവരണം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇല്ലേ നിങ്ങൾ ഈ ബുക്ക് കൂടെ നാളെ കൊണ്ടുവരണം എന്ന് പറയില്ലേ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങളിത് കൊണ്ടുവരണ്ട, ഈ ബുക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളിത് നാളെ കൊണ്ടുവരണ്ട എന്നാണെങ്കിൽ എന്ത് പറയാം? ഓക്കെ, യു ഷുഡ് നോട്ട് ബ്രിങ് ഇറ്റ് ടുമോറോ. കൊണ്ടുവരണ്ട എന്നാണെങ്കിൽ ഷുഡ് നോട്ട് ബ്രിങ്. ഓക്കെ, അപ്പോൾ യു ഷുഡ് നോട്ട് ബ്രിങ് ഇറ്റ്, ഇത് ടുമോറോ, നാളെ. അപ്പോൾ യു ഷുഡ് നോട്ട് ബ്രിങ് ഇറ്റ് ടുമോറോ. ഓക്കെ, ഇനി എന്താണ്? നിങ്ങൾ ഞങ്ങളെ കാത്തു നിൽക്കണ്ട. ചിലപ്പോഴൊക്കെ പറയും നിങ്ങൾ ഞങ്ങളെ കാത്തിരിക്കണ്ട, നിങ്ങളങ്ങ് പൊക്കോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമ്മളെന്താ പറയും? നിങ്ങൾ നമ്മളെ കാത്തു നിൽക്കണമെന്നാണെങ്കിൽ യു ഷുഡ് വെയിറ്റ് ഫോർ അസ് എന്ന് പറയാം അല്ലേ. യു ഷുഡ് വെയിറ്റ് ഫോർ അസ്. അപ്പോൾ നമ്മളെ വേണ്ടി കാത്ത് നിൽക്കണ്ട എന്നാണെങ്കിൽ ഷുഡ് നോട്ട് വെയിറ്റ്. അപ്പോൾ അത്രയും മാത്രമേ അവിടെ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി സെൻറ്റൻസ് അതുപോലെയാണ്. അപ്പോൾ എങ്ങനെ പറയാം? യു ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ അസ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിക്കണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറയാം. യു ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ അസ് എന്ന് പറയാം അല്ലേ. ഇനി എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ വൃത്തിയായിരിക്കണം നമ്മൾ പറയാം. എന്താണ്? യു മസ്റ്റ് കീപ് ക്ലീൻ അല്ലേ. നിങ്ങൾ വൃത്തി പാലിക്കണം, വൃത്തിയായിരിക്കണം നമ്മൾ പറഞ്ഞു. യു മസ്റ്റ് കീപ്പ് എന്ന് പറയില്ല, വൃത്തിയായിരിക്കുക എന്ന് പറയില്ല. നമുക്ക് വൃത്തി എന്നുള്ളതിന് ക്ലീൻ അല്ലേ, അത് പാലിക്കേണ്ട കാര്യമായതുകൊണ്ട് കീപ്പ്. അപ്പോൾ യു മസ്റ്റ് കീപ്പ് ക്ലീൻ എന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനോ നമ്മളിപ്പോൾ അഭിനയിക്കുവാണ്, എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ്, അപ്പോൾ നീ അത്ര വൃത്തിയൊന്നും ആയിരിക്കണ്ട, വൃത്തിയില്ലാത്തൊരു വേഷമാണ് എന്നാണെങ്കിൽ നീ അത്രയും
ക്ലീനൊന്നും ആവണ്ട, അത്ര വൃത്തിയായിരിക്കണ്ട എന്നാണെങ്കിൽ എങ്ങനെ പറയും? യു മസ്റ്റ് നോട്ട് കീപ് ക്ലീൻ. അപ്പോൾ എന്താ, യു മസ്റ്റ് നോട്ട് കീപ് ക്ലീൻ അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് കീപ് ക്ലീൻ. നീ അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇരിക്കേണ്ടതല്ല, നിൻ്റെ വേഷം നിൻ്റെ ക്യാരക്ടർ അതല്ല എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെന്ത് പറയാം? നീ സമയമൊന്നും പാലിക്കണ്ടേ, നീ എപ്പോഴെങ്കിലും വാ, അല്ലെങ്കിൽ നീ അവിടെ പോകുമ്പോൾ വേണ്ടടാ അവൻ സമയം പാലിക്കണ്ട, നാളെ ടീച്ചർ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ നാളെ നമുക്ക് സമയം പാലിക്കണ്ട എന്നൊക്കെ പറയുവാണെങ്കിൽ എന്താണ്, നമുക്കെങ്ങനെ പറയാം? അപ്പോൾ സമയം പാലിക്കണമെന്നൊക്കെയാണെങ്കിൽ നമ്മളെന്ത് പറയും? യു മസ്റ്റ് കീപ് ടൈം അല്ലേ, അല്ലെങ്കിൽ യു ഷുഡ് കീപ് ടൈം, സമയം പാലിക്കണം. അപ്പോൾ സമയം പാലിക്കരുതെന്നാണെങ്കിൽ ഷുഡ് നോട്ട് കീപ് ടൈം. ഓക്കെ, യു മസ്റ്റ് അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് കീപ് ടൈം അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് കീപ് ടൈം എന്ന് പറയാം. ഓക്കെ, ഇനി എന്ത് പറയാം? നിങ്ങൾ വാക്ക് പാലിക്കണം, നീ നിൻ്റെ വാക്കൊന്നും പാലിക്കണ്ടടാ എന്നൊക്കെ പറയാം. നിങ്ങൾ വാക്ക് പാലിക്കണ്ട എന്നാണെങ്കിൽ എങ്ങനെ പറയും? നമ്മൾ വാക്ക് പാലിക്കണമെങ്കിൽ യു മസ്റ്റ് കീപ് യുവർ വേർഡ് അല്ലേ. അപ്പോൾ വാക്ക് പാലിക്കണ്ടെന്നെങ്കിൽ യു മസ്റ്റ് നോട്ട്. ഓക്കെ, യു ഷുഡ് നോട്ട്. ഓക്കെ, അപ്പോൾ യു മസ്റ്റ് നോട്ട് കീപ് യുവർ വേർഡ്, യു ഷുഡ് നോട്ട് കീപ് യുവർ വേർഡ് എന്ന് പറയാം. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ പറയണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയണം. നമ്മളെങ്ങനെ പറയും? യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം, യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണ്ട. അപ്പം നമ്മൾ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ മലയാളം സംസാരിക്കാൻ പാടില്ല എന്ന് പറയത്തില്ലേ, അപ്പം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ടെന്ന് ഇങ്ങനെ പറയും? സംസാരിക്കേണ്ടെന്നാണെങ്കിൽ സംസാരിക്കണത്തിന് മസ്റ്റ് സ്പീക്ക്, അപ്പോൾ സംസാരിക്കേണ്ടെന്നാണെങ്കിൽ മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഷുഡ് നോട്ട്. അപ്പോൾ യു മസ്റ്റ് നോട്ട് സ്പീക്ക് മലയാളം. അപ്പം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മലയാളം സംസാരിക്കാൻ വേറെ എങ്ങനെ പറയാം? യു ഷുഡ് നോട്ട് സ്പീക്ക് മലയാളം. ഓക്കെ, നിങ്ങൾ മലയാളം സംസാരിക്കരുത് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? നിങ്ങൾ എന്നെ സഹായിക്കണം അല്ലേ. അപ്പം നമ്മൾ സഹായിക്കണം പറഞ്ഞു, ഷുഡ് ഹെൽപ്പ്. അപ്പോൾ സഹായിക്കരുതെന്നാണെങ്കിൽ ഷുഡ് നോട്ട് ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കരുതെന്നാണെങ്കിൽ യു ഷുഡ് നോട്ട് ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാൻ ദേഷ്യം വരുമ്പോൾ നീ എന്നെ സഹായിക്കേണ്ട, നിൻ്റെ സഹായം എനിക്ക് വേണ്ട എന്നൊക്കെ പറയണ്ടേ. യു ഷുഡ് നോ, നീ എന്നെ സഹായിക്കരുത് എന്നൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിൻ്റെ ഒരു സഹായം കാരണമാണ് ഞാൻ എപ്പോഴും എൻ്റെ കാര്യം ചെയ്യാതിരിക്കുക, നീ എന്നെ സഹായിക്കരുത് എന്ന് പറയില്ലേ. അപ്പം നമുക്കെങ്ങനെ പറയാം? യു ഷുഡ് നോട്ട് ഹെൽപ്പ് മീ എന്ന് പറയാം. ഓക്കെ, പിന്നെ വേറെന്ത് പറയാം? നിങ്ങൾ നാളെ വരണം. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചൊരു സെൻറ്റൻസ്? അപ്പോൾ നിങ്ങൾ നാളെ വരണം എന്നുള്ളതിന് എന്താണ്? ഷുഡ് കം. ഓക്കെ, അപ്പോൾ വരരുതെന്നാണെങ്കിൽ ഷുഡ് നോട്ട് കം അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് കം എന്ന് പറയാം. അപ്പോൾ യു ഷുഡ് നോട്ട് കം ടുമോറോ. നീ നാളെ വരണ്ടെന്നാണെങ്കിൽ യു ഷുഡ് നോട്ട് കം ടുമോറോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി സെൻറ്റൻസ് കൂടെ എക്സാമ്പിൾ വെച്ച് നോക്കി നിങ്ങൾക്ക് പോകണം, പോകണ്ട, അങ്ങനെ ചെയ്യണം, ചെയ്യണ്ട, ചെയ്യാൻ പാടുള്ളതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലുള്ളത് സെൻറ്റൻസ് ആക്കി ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ അതിലൊരാളോട് നീ അപ്പോൾ നമ്മൾ ഇതെല്ലാം പറയണ്ട. ഇപ്പോൾ പഠിച്ചില്ലേ മസ്റ്റ് നോട്ടും മസ്റ്റ് ഗോ എന്നൊക്കെ പറയുന്നത്. ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഒരാളോട് പറയുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അതിൽ ഒരാളെ മാത്രം എടുത്ത് പറയില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ വാക്കുകൾ. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളെ പറയുമ്പോൾ. ഇനി നമ്മൾ ഒരു കൂട്ടം ആൾക്കാരോട്, അപ്പോൾ ഞാൻ ക്ലാസ്സിൽ എല്ലാവരുടെ അടുത്തും പറയുകയാണ്, ഒരു കൂട്ടം പിള്ളേരുണ്ട്. അപ്പോൾ ഒരു കൂട്ടം പേരോട് ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊന്നുമല്ല, ഡോണ്ട്. ഓക്കെ, മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡോണ്ട് എന്നാണ്. അപ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ അതിലൊരാളോട് നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുവാനാണ് യു മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. ആരും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആരും ചെയ്ത, അപ്പോൾ ഡോണ്ട് ടോക്ക് അല്ലേ, എങ്ങനെ പറയാം? ഡോണ്ട് ഗോ ദെയർ എന്ന് വെച്ചാൽ അങ്ങോട്ട് ആരും പോവരുത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇനി നമ്മൾ ഡോണ്ട് വെച്ചിട്ടുള്ള നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എനിക്ക് നൽകുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്ക് ദിസ് ഈസ് മീ ദീപ സൈനിങ് ഓഫ്.